പത്തനംതിട്ടയിൽ CPIM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ വില്ലേജ് ഓഫീസറുടെ മൊഴി നാളെ രേഖപ്പെടുത്തിയേക്കും. അപകടപ്പെടുത്തുമെന്ന് ഫോൺ വഴി ഭീഷണി വന്നുവെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ വില്ലേജ് ഓഫീസർ 2 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. ജോസഫ് അഴിമതിക്കാരനാണെന്ന് CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജു ആരോപിച്ചിരുന്നു. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ജയ്, എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ ഈ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ ആൾ നിലവിൽ അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലം എന്താണ്? അതായത് AV ജയശങ്കറിന്റെ ഫോൺ ബന്ധം കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലേക്ക് തിരികെ എത്താം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വില്ലേജ് ഓഫീസർ അവധിയിൽ പ്രവേശിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയേക്കുമെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ജയശങ്കർ തുടരുന്നു. ജയ്, പറയൂ. ഇന്ന് പരാതി നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറി. ആറന്മുള പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ തന്നെ ആറന്മുള പോലീസ് ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുന്നു. മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേസ് ഉൾപ്പെടെ എടുക്കുന്ന കാര്യത്തിലേക്ക് പോലീസ് കടക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ വില്ലേജ് ഓഫീസർ നിലവിൽ അവധിയിൽ പ്രവേശിച്ചെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 2 ദിവസത്തെ അവധിയാണ് ഇദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ മാനസികമായി ഈ ഓഫീസിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജോസഫ് ജോർജ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഈ അവധി അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ പത്തനംതിട്ടയിലെ CPM ഏരിയ സെക്രട്ടറി ഫോണിൽ വിളിച്ച് വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് ഏരിയ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ജോസഫ് ജോർജ് അഴിമതിക്കാരനാണെന്ന കാര്യം ആവർത്തിക്കുകയും അദ്ദേഹം ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഈ മനഃപൂർവ്വം ബോധപൂർവം ഈ ഫോൺ ക്ലിപ്പ് അയച്ചു നൽകി എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്തായാലും ഇതിന് പിന്നാലെയാണ് തഹസിൽദാരുമൊത്ത് ജില്ലാ കളക്ടറെ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഗൗരവകരമായി തന്റെ ജീവൻ ഉൾപ്പെടെ ഭീഷണി ഉണ്ടെന്ന ഒരു പരാതി നൽകിയത്. ഈ പരാതിയാണ് ഇപ്പോൾ പോലീസിന് കൈമാറി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.